പടിഞ്ഞാത്ര പ്ലേ സ്റ്റോർ മൊബൈൽസിലാണ് നമ്മളുള്ളത്. ഓക്കെ, നമ്മളെ 10 വർഷം മുമ്പ് അല്ലേ? എവിടെ ഏത് ബ്രാഞ്ചിലായിരുന്നു പഠിച്ചത്? പടിഞ്ഞാത്ര ബ്രാഞ്ചിൽ. അൻസാർ എന്ത് പറയുന്നു ഫീൽഡിനെ പറ്റിയൊക്കെ, മൊബൈൽ ഫോൺ ഫീൽഡിനെ പറ്റിയൊക്കെ? ഇപ്പൊ ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടില്ലേ? കുറച്ച് ഗ്യാപ്പ് ഇട്ട്. ഇപ്പൊ ഷോപ്പ് ഇപ്പോൾ സ്വന്തമായിട്ട് എടുത്താലേ? അതെ. ഓക്കെ ഓക്കെ. കൂടെ ഒരാളും കൂടെ ഉണ്ട്. അവിടെ ഉണ്ട്. എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ? നല്ല ഫീൽഡല്ലേ? ഫീൽഡിൽ പിന്നെ അതിനിടയ്ക്ക് ഗ്യാപ്പ് വേറൊരു സംഘത്തിലേക്ക് മാറി. അതിന് ശേഷം ഇപ്പോൾ ഒരു അപ്ഡേഷൻ ഒക്കെ വേണമെന്ന് തോന്നില്ലേ? അതെ അതെ. അപ്പോൾ സിംസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? എന്ത് പറയുന്നു സിംസിന് റീപ്ലൈ? അപ്പോൾ ഒരു ദിവസം ഫ്രീ ആകുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു ദിവസം ഇപ്പോൾ ഷോപ്പിലല്ല ഉള്ളത്, അപ്പോൾ ഒരു ദിവസം ഗ്യാപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ ഒരു ദിവസം അങ്ങനെ ഒരു ലീവ് എടുത്തിട്ട് ഒരു ദിവസം വരാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ ഓക്കെ. തീർച്ചയായും 10 വർഷം മുമ്പ് പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിലും ആ ഒരു കാലഘട്ടം ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പുതിയ അപ്ഡേഷൻസ് ഉണ്ടാവും. ആ സമയത്തും ഒരു സപ്പോർട്ട് സിംസിൽ നിന്ന് കിട്ടും എന്നുള്ളത് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, പഠിച്ചിറങ്ങുമ്പോൾ എത്ര 10 കൊല്ലത്തിന്റെ അടുത്തോളായി, ഒരുപാട് മാറിയില്ലേ, ടെക്നോളജി എല്ലാം മാറി. അപ്പം ഇനിയിപ്പോൾ ഒരു സർവീസ്, ഞാനിപ്പോൾ ഒരു നിലവിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് രണ്ടാമതും ഈ ഫീൽഡിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ സർവീസ് വരുമ്പോൾ പിന്നെ സോഫ്റ്റ്വെയർ ആയാലും ഇപ്പോൾ നമ്മളെ ഹാർഡ്വെയർ ആയാലും കുറേ മാറ്റങ്ങൾ വന്നിട്ടില്ല. പഠിച്ച സ്ഥാപനത്തിൽ തന്നെയാണ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അവിടെ സപ്പോർട്ട് കിട്ടാനുള്ള ഇമ്പോർട്ടന്റ് ഘടകമാണ്. അതെ അതെ. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഷിയാസ് വന്ന സമയത്ത് ഞാനിങ്ങനെ സംസാരിക്കലുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒന്ന് അപ്ഡേഷൻ വേണം, കാരണം പഴയതെല്ലാം ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ടച്ച് വിട്ടു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഷിയാസിൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്കൊരു ദിവസം ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എല്ലാം ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പഴയ നോട്ട്സ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പഠിച്ചിറങ്ങിയ സമയത്ത്, 10 കൊല്ലം മുന്നേ പഠിച്ചിറങ്ങിയ സമയത്തുള്ള അന്ന് എഴുതിയ നോട്ട്സും ആ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ട്. അതിപ്പോൾ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും, ഒരു സമയം കിട്ടുമ്പോൾ ഞാൻ റിവൈൻഡ് ചെയ്ത് നോക്കും. പിന്നെ ഇനി എനിക്ക് വേണ്ടത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടില്ല, അതാ പറ്റിയത്. പിന്നെ ചെയ്യലുമില്ല. ഇപ്പോ അത്യാവശ്യം ഇതിപ്പോ തുടങ്ങിയിട്ട് ഇപ്പൊ 3 മാസം. അപ്പൊ അത്യാവശ്യം ഇപ്പൊ ആൾക്കാരൊക്കെ അറിഞ്ഞിപ്പോ ഫീൽഡിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അതാണ്. നമുക്ക് സർവീസ് ചെയ്യാം, സർവീസിന്റെ ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സർവീസും ആണെങ്കിൽ ചെയ്യാം, ബിസിനസ് ആയിട്ടും നമുക്ക് ചെയ്യാം. ഈ സംഭവത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് രണ്ടാമത് ഈ ഫീൽഡിലേക്ക് തന്നെ വന്നതിന്റെ കാരണം. പിന്നെ മാത്രമല്ല, കാലങ്ങളോളം നിലനിൽക്കുന്ന ഇപ്പൊ ഇനിയും മുന്നോട്ടേക്ക് വലിയ പ്രതീക്ഷയുള്ള ഫീൽഡാണ് മൊബൈൽ ഫോൺ ഫീൽഡ്. പിന്നെ ഇങ്ങനെ ഈ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഞാൻ നോക്കുന്നുണ്ട് ടൂൾസിനെ പറ്റിയിട്ടും. പിന്നെ കുറേ നമ്മളെ ഗ്രൂപ്പിൽ ഒരുപാട് പേരില്ല, ഇങ്ങനെയൊക്കെ നോക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കുറേ മാറ്റങ്ങൾ വന്നത്. ആ ഗ്രൂപ്പിൽ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. നമ്മുടെ സർവീസ് സെന്ററുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പൊക്കെ എപ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നോക്കുമ്പോഴാണ് സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, ഹാർഡ്വെയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുക.